പാലക്കാട് വെങ്ങന്നൂരിൽ തികച്ചും വ്യത്യസ്തമായ ഒരു നോമ്പുതുറ നടന്നു. വയോധികരായ നാരായണൻ, സരോജിനി ദമ്പതികൾ സ്വന്തം പെൻഷൻ തുകയിൽ നിന്നും പണം മാറ്റിവെച്ച് ഈ വർഷവും ഇഫ്താർ സംഗമം നടത്തി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായാണ് നോമ്പുതുറ സംഘടിപ്പിച്ചത്. കൂലിപ്പണിക്കാരായ നാരായണനും സരോജിനിയും നോമ്പുതുറ നടത്താൻ തുടങ്ങിയിട്ട് വർഷം 12 വിവിധ പള്ളികളിൽ ഭക്ഷണമുണ്ടാക്കി നൽകുകയായിരുന്നു പതിവ്. കഴിഞ്ഞ വർഷം മുതൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായി ഇവർ താമസിക്കുന്ന വാടക വീട്ടുമുറ്റത്ത് നോമ്പുതുറ സംഘടിപ്പിച്ചു തുടങ്ങി. വാർദ്ധക്യ പെൻഷൻ തുക ഒന്നിച്ച് ലഭിക്കുമ്പോൾ നോമ്പുതുറയ്ക്കായി മാറ്റിവെക്കും. ഞങ്ങളിങ്ങനെ രണ്ടാളും കൂടി തീരുമാനിച്ചു, നമ്മൾക്ക് വീട്ടിൽ അമ്മമാരും മക്കളും ഒക്കെ ഉണ്ടാകുമല്ലോ, അപ്പോൾ അവർക്ക് നോമ്പ് തുറക്കാലോ എന്ന് പറഞ്ഞപ്പോഴാണ് എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ടാണ് 2 കൊല്ലമായിട്ട് ഈ അമ്മമാരെയും മക്കളെയും ഞങ്ങൾ വിളിക്കും. പെൻഷൻ പണം വന്നാൽ അയൽവാസിയും വാടക വീടിന്റെ ഉടമസ്ഥയുമായ സൗബത്തിനെ ആ തുക ഏൽപ്പിക്കും. പിന്നെ ഇവർക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല. 2 ആളും കൂലി പണിക്ക് പോകുന്ന ആൾക്കാരാണ്, പെൺകുട്ടികളാണ്, ആൺപിള്ളേരില്ല. പിന്നെ പെൻഷൻ പൈസ മെയിനായിട്ട് ഇവർ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കാറുണ്ട്. എൻ്റെ അടുത്ത് നോമ്പ് സ്റ്റാർട്ടിങ്ങിലേ പറയും ഇങ്ങനെ നോമ്പ് തുറപ്പിക്കണം എന്നുള്ളത്. ആ പൈസ എന്നെ ഏൽപ്പിക്കും. ഞങ്ങളിവിടെ എല്ലാ സ്ത്രീകളും കൂടി സഹകരിച്ചാൽ നല്ല ഭംഗിയായി കൊടുക്കലുണ്ട്. ഇഫ്താർ സംഗമം നടത്തി കഴിഞ്ഞാൽ ലഭിക്കുന്ന സന്തോഷമാണ് എല്ലാ വർഷവും ഇത് തുടരാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. ആദ്യം കൊടുത്തത് ഞാൻ പള്ളിയിലേക്കായിരുന്നു കൊടുത്തത്. ചേലിക്ക് കൊടുക്കും, മാട്ടുമല പള്ളിക്ക് കൊടുക്കും. അങ്ങനെ ചെറിയ പള്ളികളിലേക്ക് എന്നെ കൊണ്ടാവണം ഒരു ഭക്ഷണങ്ങൾ ഞാൻ ഒരു 30 ആൾക്ക് 40 ആൾക്ക് 50 ആൾക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നുണ്ടായിരുന്നു. നമ്മൾ അധ്വാനിച്ച് എന്തെങ്കിലും ഒരു പ്രതിഫലം പടച്ചവൻ തരും, അല്ലെങ്കിൽ ദൈവം തരും എന്ന് കണക്കൂട്ടിയിട്ട് ഞാൻ ചെയ്യും. ഇതാണ് ചെയ്ത് കൊണ്ടുവരുന്നത്. മനസ്സിനൊരു സന്തോഷം. എല്ലാവരും കൂടി വന്നിങ്ങനെ ഇരുന്നാൽ ഒരാഴ്ച വരെ എനിക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടും. ഇതിപ്പോൾ ഒരു 10-12 കൊല്ലം ആയി ഞാനിത് കൊടുക്കാൻ തുടങ്ങിയിട്ട്. നാരായണൻ, സരോജിനി ദമ്പതികളുടെ ഇഫ്താർ വിരുന്ന് വെങ്ങന്നൂർ എന്ന നാട് ഏറ്റെടുത്ത് മനോഹരമാക്കി. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.